സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിങ്സ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ ആദ്യത്തെ ഒരു ഡെഫിനിഷൻ തൊട്ടാണ്. സോ എന്താണ് റിങ്? അപ്പൊ റിങ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിലെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര ഗ്രൂപ്പ് തിയറിയിൽ എന്താണ് ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കിയിരുന്നു അല്ലെ? അപ്പൊ എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് വിത്ത് ആൻ ഓപ്പറേഷൻ ഈ സെഡ് ടു ബി എ ഗ്രൂപ്പ് ഇഫ് ഇറ്റ് ഫോളോ സം പ്രോപ്പർട്ടീസ് അല്ലെ? ഒരു ഗ്രൂപ്പ് ആകണമെങ്കിൽ അതൊരു സെറ്റ് ആയിരിക്കണം, അവിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം, ആ ഓപ്പറേഷൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ക്ലോസഡ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ക്ലോസഡ്നെസ് അല്ലെ? അതായത് ആ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. അതിനകത്തുള്ള ഏത് രണ്ട് എലമെന്റ്സിനെ എടുത്തിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താലും അതിന്റെ ഉത്തരവും അതിനകത്ത് തന്നെ കാണണം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ക്ലോസഡ്നെസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി ആണ്. ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. അസോസിയേറ്റീവ് ആയിരിക്കണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആ ഗ്രൂപ്പിനകത്ത് ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായിരിക്കണം. നാലാമത്തെ പ്രോപ്പർട്ടി ഏത് എലമെന്റ് എടുത്താലും അതിന്റെ ഇൻവേഴ്സും അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ഉള്ള എ സെറ്റ് വിത്ത് ആൻ ഓപ്പറേഷൻ ഈസ് കോൾഡ് എ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് അല്ലെ? അപ്പോ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇനി എങ്ങോട്ട് പോകാൻ പോകുന്നത്? റിങ്ങിന്റെ ഡെഫിനിഷനിലേക്ക് പോകാൻ പോകുന്നത്. സോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ സെറ്റ് വിത്ത് ആൻ ഓപ്പറേഷൻ ആണെങ്കിൽ റിങ് എന്ന് പറയുന്നത് എ സെറ്റ് വിത്ത് 2 ഓപ്പറേഷൻസ് ആണ്. ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഓപ്പറേഷൻ എന്ന് നമ്മൾ വെറുതെ പറയുമെങ്കിൽ റിങ്ങിനകത്തുള്ള ഈ പറയുന്ന 2 ഓപ്പറേഷനെ നമ്മൾ കൃത്യമായിട്ട് പേരിട്ട് വിളിക്കും. വൺ ഈസ് അഡിഷൻ ആൻഡ് ദ അതർ വൺ ഈസ് മൾട്ടിപ്ലിക്കേഷൻ. സോ അഡിഷനെ നമ്മൾ പ്ലസ് ഉപയോഗിച്ച് സൂചിപ്പിക്കും, മൾട്ടിപ്ലിക്കേഷൻ ഒരു ഡോട്ട് ഉപയോഗിച്ച് സൂചിപ്പിക്കും. Okay, so a set with 2 operations called addition and multiplication that follows some properties ആണ് റിംഗ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, അത് രണ്ടും ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും. അവിടെയുള്ള അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ആ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ആയിരിക്കും അല്ലെ? ഏത് രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ഉത്തരം അവിടെ തന്നെ കാണും. അപ്പൊ ഈ രണ്ട് ഓപ്പറേഷൻ അഡിഷൻ എന്നും മൾട്ടിപ്ലിക്കേഷൻ എന്നുമാണ് പറയുന്നത്. അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് അവർക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. നോക്കിയടാ, ഒന്ന് ആർ പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. സോ അഡിഷനിൽ ആ ഒരു സെറ്റ് വിത്ത് ദാറ്റ് ഓപ്പറേഷൻ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അതായത് അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിഷനിൽ അത് എന്തായിരിക്കണം? ഒരു ഗ്രൂപ്പ് ആയിരിക്കണം. വെറും ഗ്രൂപ്പ് ആയാൽ പോരാ, അബീലിയൻ ഗ്രൂപ്പ് ആവണം. അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ അഞ്ചാമത് ഒരു പ്രോപ്പർട്ടി കൂടി വരും. എന്താണ്? ആ ഓപ്പറേഷൻ ആ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ആ സെറ്റിനകത്ത് എന്താവണം? കമ്മ്യൂട്ടേറ്റീവ് ആകണം. സോ അങ്ങനെ അഡിഷൻ അപ്പൊ അവിടെ എന്തൊക്കെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്? അഡിഷൻ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും, അസോസിയേറ്റീവ് ആയിരിക്കും, ഐഡന്റിറ്റി ഉണ്ടായിരിക്കും, ഇൻവേഴ്സ് ഉണ്ടായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഏതൊരു എ കോമ ബി കോമ സി എടുത്തു കഴിഞ്ഞാലും എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ആയിരിക്കണം. അതേപോലെ തന്നെ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു സി ആയിരിക്കണം. ഇവരെയാണ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ വെറുതെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പോലെ ഉള്ള അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അല്ല ഇത്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും എന്ത് ഓപ്പറേഷൻ വേണമല്ലോ, ചിലപ്പോൾ അഡിഷൻ മോഡൽ എൻ ആയിരിക്കാം, ചിലപ്പോൾ മെട്രിക്സ് അഡിഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടീസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട കാര്യം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലോസ്ഡ് ആണ്, ബൈനറി ഓപ്പറേഷൻ ആയതുകൊണ്ട് അസോസിയേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷന് ഐഡന്റിറ്റി ഉണ്ടാകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. മൾട്ടിപ്ലിക്കേഷന് ഇൻവേഴ്സ് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവരുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിന് വേറെ പേരൊക്കെ വിളിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ എന്താണ് ഒരു റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അഡിഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ എന്ത് നോക്കണം? എക്സാമ്പിൾസ് നോക്കണം. സോ എന്താണ് ഒരു ഗ്രൂപ്പിന് റിങ്ങിന്റെ എക്സാമ്പിൾ അല്ലെ? അപ്പൊ റിങ്ങിന്റെ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ കേൾക്കുമ്പോഴേ നമുക്ക് നോർമൽ അഡിഷനും നോർമൽ മൾട്ടിപ്ലിക്കേഷനും ആണ് ഓർമ്മ വരുന്നത്. സോ ഇന്റിജേഴ്സ് അണ്ടർ നോർമൽ അഡിഷൻ ആൻഡ് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ. ക്യൂ എന്താണ്? ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെ
നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് ക്യൂ. ക്യൂ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷനിൽ എന്തായിരിക്കും? റിംഗ് ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? റിംഗ് ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? റിംഗ് ആയിരിക്കും. ഇത് യൂഷ്വൽ കേസുകളാണ്, നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് കുറച്ചുകൂടി വലിയ സാധനങ്ങൾ പിടിക്കാം അല്ലെ. ഓക്കെ, ലെറ്റ് ആർ ബി എനി റിംഗ് ആൻഡ് ലെറ്റ് എം എൻ ഓഫ് ആർ. എം എൻ ഓഫ് ആർ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് എം എൻ ഓഫ് ആർ? ആ എം എന്ന് പറയുന്ന നമ്പർ, ആ ലെറ്റർ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം? അത് മെട്രിക്സ് ആണെന്ന് ഓർക്കണം. എം എൻ, എൻ കാണുമ്പോൾ നിങ്ങൾ അതിന്റെ എന്താണെന്ന് ഓർക്കണം? ഓർഡർ ആണെന്ന് ഓർക്കണം. എം എൻ ഓഫ് ആർ, ആർ എന്ന് അവിടെ വരുമ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം റിയൽ എൻട്രീസ് ആണ്. സോ എ മെട്രിക്സ്, സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസിനെയാണ് നമ്മൾ എം എൻ ഓഫ് ആർ എന്ന് വിളിക്കുന്നത്. മെട്രിക്സസ് ഹാവിംഗ് എലമെന്റ്സ് ഓഫ് ആർ ആസ് എൻട്രീസ്. The operation of addition and multiplication in R allows us to add and multiply matrices in usual fashion. Then Mn of R is a ring. അതായത് നമ്മൾ സെറ്റ് ഓഫ് ഓൾ n by n മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസിനെ യൂഷ്വൽ മെട്രിക്സ് അഡിഷനും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിംഗ് ആയിട്ട് മാറും. ഇനി Mn of Z, Mn of Q, Mn of R, Mn of C ഇവരെല്ലാം എന്താണ്? റിംഗ് ആണ്. ഇനി ഇവിടെയാണ് നല്ല രസമുള്ള കാര്യം. റിങ്ങിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല. അപ്പൊ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത ഒരു റിങ്ങിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എം എൻ ഓഫ് ആറോ എം എൻ ഓഫ് സിയോ അങ്ങനെ ഏത് വേണമെങ്കിലും പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓപ്പറേഷൻ ഇൻ എനി ഓഫ് ദീസ് റിംഗ്സ് ഫോർ n greater than or equal to 2 ഇതിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളതാണ് ഓർക്കുക. നെക്സ്റ്റ് നോക്കുക, എക്സാമ്പിൾ 3. ലെറ്റ് എഫ് ബി ദി സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് എഫ് ഫ്രം ആർ ടു ആർ. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് ആണ്. ആ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ ദി യൂഷ്വൽ ഫംഗ്ഷൻ അഡിഷൻ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ സെമിസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് ഫ്രം ആർ ടു ആറിലെ യൂഷ്വൽ ഫംഗ്ഷൻ അഡിഷൻ. എന്താണ് ഫംഗ്ഷൻ അഡിഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്ന എങ്ങോട്ടാണ്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ് എഫ് പ്ലസ് ജി. അങ്ങനെ നോർമൽ ഫംഗ്ഷൻ അഡിഷനിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഈ പറയുന്ന ക്യാപിറ്റൽ എഫ് എന്താകും? അബീലിയൻ ഗ്രൂപ്പ് ആകും. കാര്യം എന്താണ്? ഈ പറയുന്ന എഫും ജിയും എടുത്തിട്ട് എഫ് പ്ലസ് ജി എടുത്താലും ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ എഫ് പ്ലസ് ജി അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സീറോ ഫംഗ്ഷൻ ആണ്. അവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു എഫിന്റെ നെഗറ്റീവ് എഫ് ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഈ പറയുന്ന പ്രോപ്പർ ഫംഗ്ഷൻ അഡിഷനും ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേഷനും ആയിട്ടുള്ള ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എഫ് ഒരു റിംഗ് ആണെന്ന് പറയാം. നൗ Nz is the cyclic subgroup of Z under addition consisting of all integers multiples of integer n. അപ്പൊ നമ്മൾ എന്താണ് Nz എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സപ്പോസ് 3z ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഇന്റിജേഴ്സിന്റെ കളക്ഷൻ എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ എക്സെട്രയിൽ തുടങ്ങും -6 -3 0 3 6 അഗൈൻ ആൻഡ് എക്സെട്ര. ഇതിനെയാണ് 3z എന്ന് പറയുന്നത്. ആക്ച്വലി Nz എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. Nz എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇപ്പൊ 3z ആണെങ്കിൽ ആ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 ആണ്. Nz ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3. എന്താണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ. ഇപ്പോ എ ബിലോങ്സ് ടു ജി ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യമായിരിക്കും. സോ ആ NZ എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡ്, ഇതാണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് എനെ എ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ ഇന്റിജേഴ്സ് ആണെങ്കിൽ ഒരു ഇന്റിജർ എടുത്തു കഴിഞ്ഞാൽ 3യുടെ അടുത്ത എലമെന്റ് ആണ്, 3 + 3 അടുത്ത എലമെന്റ്, 3 + 3 + 3 അടുത്ത എലമെന്റ് എക്സെട്ര. ബാക്കിലോട്ടാണെങ്കിൽ 3 - 3 3 - 3 - 3 അങ്ങനെ ഒരു എലമെന്റ് കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലിക് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോൾ NZ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്, ജനറേറ്റർ n ആണ്. സോ NR × NS നമ്മൾ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. NZ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഫോർ എക്സാമ്പിൾ 3Z എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഈ ഗ്രൂപ്പിനകത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ട്, അഡിഷൻ. നമുക്ക് ഇനി മൾട്ടിപ്ലിക്കേഷൻ കൂടി ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സിമ്പിൾ.
അതായത് ഈ 3z എലമെന്റ്സിന്റെ ഫോം എന്ന് പറയുന്നത് 3 ഇൻറ്റു സം ഇൻഡിജർ ആയിരിക്കും. 3 ഇൻറ്റു സം ഇൻഡിജർ ആയിരിക്കും. ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? 3 ഇൻറ്റു 3 ആർ എസ് എന്ന് ഡിഫൈൻ ചെയ്യും. 3 ഒരു ഇൻഡിജർ, ആർ ഒരു ഇൻഡിജർ, എസ് ഒരു ഇൻഡിജർ. അപ്പൊ ഇവരുടെ പ്രൊഡക്റ്റ് ഒരു ഇൻഡിജർ. 3 ഇൻറ്റു ഒരു ഇൻഡിജർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 3z കാണും. സോ എൻ ആർ ഇൻറ്റു എൻ എസ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ ആർ എസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ അത് എൻ ഇസഡിൽ ഉണ്ടായിരിക്കും. എൻ ഇസഡിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണ്, അസോസിയേറ്റീവ് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അതെന്തായിരിക്കും? എൻ ഇസഡ് അണ്ടർ പ്ലസ് അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊരു റിംഗ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺസിഡർ ദി സൈക്ലിക് ഗ്രൂപ്പ് Zn പ്ലസ് എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ്. Zn എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. Zn നമ്മൾ പഠിച്ചതാണ്. സെറ്റ് 0 1 2 എക്സെട്ര n-1 എന്ന് പറയുന്ന സെറ്റിനെയാണ് നമ്മൾ Zn എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ Zn എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ് ആണ്. അവിടുത്തെ ജനറേറ്റർ 1 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Now we define for a comma b belongs to Zn the product AB as the remainder of the usual product of integers when divided by n. It can be shown that Zn addition and multiplication is a ring. So Zn എന്ന് പറയുന്നത് എന്താണ്? ഒരു റിംഗ് ആണ്. Zn എന്ന് പറയുന്നത് എന്താണ്? ഒരു റിംഗ് ആണ്. അപ്പൊ Znൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n ആണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. Z5 എന്ന് പറയുന്നത് സെറ്റ് 0 1 2 3 4 ആണെന്ന് വിചാരിക്കുക. Z5 എന്ന് പറയുന്നത് സെറ്റ് 0 1 2 3 4 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടത്തെ അഡിഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് എലമെന്റ് ആഡ് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. സപ്പോസ് 4 plus 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 7. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. സോ 4 plus 3 2 ആണ് ഈ സെറ്റിനകത്ത്. ഇനി 4 into 3 ആണ് ചെയ്യുന്നതെങ്കിലോ 4 into 3 ആക്ച്വലി 12 ആണ്. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. സോ അഗെയിൻ 2. ഇപ്പൊ വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ എടുത്താൽ 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. 2 plus 3 ആണെങ്കിലോ 2 plus 3 5 ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. അങ്ങനെയാണ് അവിടുത്തെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും വർക്ക് ചെയ്യുന്നത്. Now എക്സാമ്പിൾ 6 ആണ്. R1 R2 എക്സെട്ര Rn എന്ന് പറയുന്ന റിങ്ങുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ക്രോസ് പ്രോഡക്റ്റിലെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് R1 R2 എക്സെട്ര Rn ഫോമിലായിരിക്കും കിടക്കുന്നത്. സംഭവം ഒന്നുമില്ല. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു റിംഗ് ആയിട്ട് ഒരു റിയൽ നമ്പറിനെ സങ്കല്പിക്കുക, അടുത്ത റിംഗ് ആയിട്ട് വീണ്ടും റിയൽ നമ്പേഴ്സിനെ കളക്ഷനെ സങ്കല്പിക്കുക. അപ്പൊ R ക്രോസ് Rലെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ A, B ഫോമിലായിരിക്കും കിടക്കുന്നത്. സച്ച് ദാറ്റ് A ബിലോങ്സ് ടു R ആൻഡ് B ബിലോങ്സ് ടു R, അല്ലെ? സപ്പോസ് ഇത് ഒരു റിംഗ് ആണ്. അപ്പൊ ഞാൻ ഇതിനെ R1 എന്ന് വിളിച്ചു, അടുത്തത് R2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള എലമെന്റിന്റെ ഫോം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ A, B സച്ച് ദാറ്റ് A ബിലോങ്സ് ടു R1 ആൻഡ് B ബിലോങ്സ് ടു R2 ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ n എലമെന്റ്സിന്റെ ഫോം എന്തായിരിക്കും? ക്രോസ് പ്രോഡക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് R1 R2 എക്സെട്ര Rn. R1 എന്ന് പറയുന്നത് R1ലെ എലമെന്റ് ആയിരിക്കും, R2 ക്യാപിറ്റൽ R2ന്റെ എലമെന്റ് ആയിരിക്കും, R3 ക്യാപിറ്റൽ R3യുടെ എലമെന്റ് ആയിരിക്കും, എക്സെട്ര Rn ക്യാപിറ്റൽ Rnന്റെ എലമെന്റ് ആയിരിക്കും. അത് ഒറ്റ വാക്കിൽ പറയുന്നത് Ri ബിലോങ്സ് ടു ക്യാപിറ്റൽ Ri എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? ഫോർ ഓൾ i. ഡിഫൈനിങ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് n ടപ്പിൾസ് ബൈ കമ്പോണൻസ്. അതായത് ഇപ്പൊ രണ്ട് എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. R1 R2 എക്സെട്ര Rn ഉം S1 S2 എക്സെട്ര Fn ഉം. ഇവിടുത്തെ അഡീഷൻ എന്ന് പറയുമ്പോൾ R1 പ്ലസ് S1, R2 പ്ലസ് S2 എക്സെട്ര Rn പ്ലസ് Sn. ഇത് ഓരോന്ന് റിംഗിലെ എലമെന്റ്സ് ആണ്. അപ്പൊ അവിടെയൊക്കെ അഡീഷൻ ഡിഫൈൻഡ് ആണ്. മൾട്ടിപ്ലിക്കേഷനും കമ്പോണന്റ് വൈസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു റിംഗ് ആയിരിക്കും. സോ അത് റിംഗ് ആക്സിയോംസ് കാണും. അപ്പൊ n ടപ്പിൾസ് എന്ത് ചെയ്യും? ഒരു റിംഗ് ഫോം ചെയ്യും. അപ്പൊ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ R1 R2 R1 ക്രോസ് R2 ക്രോസ് എക്സെട്ര Rn എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദി റിംഗ് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇനി നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. എക്സാമിന് വേണമെങ്കിൽ റിംഗ് ആണെന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾ പറഞ്ഞു പോയെങ്കിലും വെരിഫൈ ചെയ്യുന്ന ചോദ്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വർക്കൗട്ട് ആയിട്ട് ഒരു ചോദ്യം എഴുതി നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഏറ്റവും നല്ല ചോദ്യം എന്ന് പറയുന്നത് Zn ആണ്. അപ്പൊ Znനകത്ത് നിങ്ങൾ റിംഗ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതുപോലെ ഗ്രൂപ്പ് ആണെന്ന് വെരിഫൈ ചെയ്യും. അഡീഷൻ ഗ്രൂപ്പ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ നമുക്കറിയാം. ഏതൊരു എലമെന്റ്സ് എടുത്താലും അവരെ ആഡ് ചെയ്തിട്ട് മോഡുലോ n എടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും Zn തന്നെ വരും. സോ അതെന്താണ്? ക്ലോസ്ഡ് ആണ്. രണ്ടാമത്തെ അസോസിയേറ്റിവിറ്റി. ഇപ്പൊ A പ്ലസ് B പ്ലസ് C ഏത് ഓർഡറിൽ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത് മോഡുലോ n എടുക്കുമ്പോൾ. സോ അവിടെ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ് അഡീഷണൽ, അല്ലെ? ഇനി അവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും?
ഏതൊരു ഏതൊരു എ ബിലോങ്സ് ടു ഇസഡ് എടുത്താലും n മൈനസ് എ ആണ് അവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ അവിടെ അഡീഷനിൽ അതൊരു ഗ്രൂപ്പായി, അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഇസഡിൽ ഏത് എലമെന്റ്സ് എടുത്താലും a പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കും. ഇത് വെറുതെ എഴുതി പോയാൽ മതി. ഓക്കെ, വെറുതെ എഴുതി പോയാൽ മതി. a പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ഇസഡ്. സോ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഈ 5 കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അഡിഷൻ ഈസ് Zn is a abelian group under addition. ഇനി മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്, കാരണം മോഡിലോ n എടുക്കുന്നുണ്ട്. സോ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി. എ ബി ഇൻറ്റു സി ചെയ്താലും എ ഇൻറ്റു ബി സി ചെയ്താലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് ഒരേ ഓർഡറിൽ തന്നെ ആൻസർ കിട്ടും. സോ അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഹോൾഡ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ അത് നിങ്ങൾ വെറുതെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ വലിയ കാര്യമായിട്ട് നിങ്ങൾ ആലോചിക്കൊന്നും വേണ്ട. അത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക നോക്കിയടാ, എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ സി പ്ലസ് ബി സി ആയിരിക്കും ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു ഇസഡ് എന്ന് എഴുതി വെക്കുക. അതേപോലെ ഇത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. റൈറ്റ് ആവുമ്പോൾ എന്താണ് a into b plus c, a into b plus c is equal to a into b plus a into c ആയിരിക്കും, അല്ലെ? For all a comma b comma c belongs to z, and therefore multiplication satisfies, so the addition and multiplication satisfies this distributive law. Therefore zn under addition and multiplication is a ring. അപ്പൊ ഇത്ര എഴുതി വെച്ചത് ഡയറക്റ്റ് ഡെഫിനിഷനിൽ നമ്മൾ ജസ്റ്റ് ചുമ്മാ കാണിച്ച് പോയാൽ മാത്രം മതി. അപ്പൊ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.